ഹലോ എനിമി ലവേഴ്സ്, വെൽക്കം ബാക്ക്. സോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. കൃത്യം പറയുകയാണെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കാണും. സോ ഞാനിപ്പോൾ ഗ്യാപ്പ് എടുക്കാൻ പറ്റിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം വന്നിരുന്നു. സോ ആ സമയത്ത് ഞാൻ ഗ്യാപ്പ് എടുത്ത് ഫുള്ളായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം കഴിയണ വരെ ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒറ്റൊരു ഗ്യാപ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, പിന്നെ ഒരു ഗ്യാപ്പ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ടൊരു ഗ്യാപ്പ് എടുത്തത്. സോ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എൽസിയുടെ മാൻഹയുടെ ചാപ്റ്റർ 2. സോ നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കേഡൻ, അതായത് ആ ക്യാറ്റ്, അവൻ്റെ രൂപം കണ്ടിട്ട് ബോധം കെട്ട് കിടക്കുന്നുണ്ട്. സോ അപ്പോൾ ജീഹു പറയുന്നുണ്ട്, മിസ്റ്റർ ക്യാറ്റ്, നിങ്ങൾക്കെന്താ പറ്റിയത്? എണീക്ക് എണീക്ക്. അപ്പോഴാവട്ടെ നമ്മുടെ കേഡൻ അവൻ്റെ മനസ്സിൽ ഇരിക്കുന്നുണ്ട്, ഞാനൊരു പൂച്ചയല്ല, ഞാൻ ഞാൻ കേഡനാണ്, ഗ്രേറ്റ് കേഡൻ. സോ അപ്പോൾ നമ്മുടെ ജീഹു ആ പൂച്ചേനെ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, മിസ്റ്റർ ക്യാറ്റ്, നിങ്ങൾ മരിക്കരുത്, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. സോ അപ്പോൾ കേഡൻ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ എൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാനുള്ള ശക്തിയില്ല. സോ അപ്പോൾ നമ്മുടെ ജീഹു പറയുന്നുണ്ട്, മരിക്കല്ലേ 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 മിസ്റ്റർ ക്യാറ്റ്. അപ്പോൾ നമ്മുടെ കേഡൻ പറയുന്നുണ്ട്, ഒന്ന് നിർത്തടാ, എനിക്ക് ജീവനുണ്ട്. ഓ, നിങ്ങൾക്ക് ജീവനുണ്ടോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ മരിച്ചു പോയിന്ന്. എനിക്ക് മനസ്സിലായി. അല്ല, നീ എന്തിനാ ഇത്ര സർപ്രൈസ് ആവുന്നേ? ഇവനൊരു സ്ട്രേഞ്ച് കിഡാണല്ലോ. എന്നിട്ട് നമ്മുടെ കേഡൻ ആ കണ്ണാടിയിലോട്ട് തന്നെ നോക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ് ഈ തടിച്ച മെലിഞ്ഞ തടിച്ച് കൊഴുത്ത പൂച്ച. ഇതിനെ കാണുന്നതിന് എനിക്കിഷ്ടമല്ല. എനിക്കെൻ്റെ രൂപത്തേക്ക് മാറാൻ പറ്റിയെങ്കിൽ. മിസ്റ്റർ ക്യാറ്റ്, എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എൻ്റെ പേര് ക്യാറ്റ് ഒന്നല്ലടാ, എന്നെ കേഡൻ എന്ന് വിളിച്ചാൽ മതി, ദ ഗ്രേറ്റ് കേഡൻ. ഓക്കെ സാർ, കേഡൻ സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നീ ചോദിക്കേ. അല്ല, നിങ്ങളെന്താ മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നേ? ഇതാണ് നിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ മനുഷ്യന്മാരെ പോലെ സംസാരിക്കുന്നതിനുള്ള കാരണം, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങളൊരു മനുഷ്യനാണെന്നോ? പക്ഷേ മനുഷ്യന്മാർ പൂച്ചയുടെ രൂപത്തിലല്ലോ ഉണ്ടാവുക. അതെ, എനിക്കിപ്പോൾ ഒരു പൂച്ചയുടെ രൂപമാണുള്ളത്. പക്ഷേ ഞാൻ ആദ്യം ഒരു മനുഷ്യനായിരുന്നു, ഞാൻ പിന്നീട് ഒരു പൂച്ചയുടെ രൂപത്തിലേക്ക് മാറിയതാണ്. അപ്പോൾ നിങ്ങളൊരു പൂച്ചയായിട്ട് ട്രാൻസ്ഫോം ആയതാണല്ലേ? അതെ, പക്ഷേ കുറച്ച് കാലത്തിന് മാത്രമേ ഞാനിങ്ങനെ ആയിരിക്കുകയുള്ളൂ. എനിക്കെൻ്റെ സ്ട്രെങ്ത്ത് കിട്ടിയാൽ ഞാൻ പിന്നെ ഒരു മനുഷ്യനാകും. അല്ല, എനിക്കിപ്പോഴും കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. നിൻ്റെ ഡൗട്ടൊക്കെ മതി. നീ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഞാനൊരു മനുഷ്യനാണ്, പക്ഷേ ഞാനിപ്പോൾ ഒരു ക്യാറ്റായിട്ട് മാറിയിരിക്കുകയാണ്. കൂടുതലൊന്നും നീ അറിയണ്ട. കൂടുതൽ നിനക്ക് പറഞ്ഞു തന്നാലും നിനക്കൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല. അതുകൊണ്ട് നീ ഈ സാധനം ഇവിടെ വിട്ടേക്ക്. അല്ല, എന്നാലും ഒരു മനുഷ്യന് പൂച്ചയാവാനൊക്കെ പറ്റുമോ? ഇതെങ്ങനെയാണ് നടക്കുന്നത്? നീ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഞാനിതാ ഒരു മനുഷ്യനായിരുന്നു, ഇപ്പോൾ ഒരു പൂച്ചയെ മാറി. പിന്നെ നീ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തിയററ്റിക്കലി ഇതൊന്നും സാധ്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ അത് ശരിക്കും പോസിബിളാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അല്ല, പിന്നെ നിങ്ങളെന്തിനൊരു പൂച്ചയായിട്ട് മാറിയത്? അതൊന്നും നീ അറിയേണ്ട കാര്യമല്ല. നീ 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 എന്തിനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? നിനക്കൊന്നും മിണ്ടായിരുന്നൂടെ? അപ്പോൾ നമ്മുടെ ജീനു ആവട്ടെ ഇതൊന്നും കേൾക്കാതെ പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ല, അപ്പോൾ നിങ്ങളുടെ ദേഹത്ത് ഇങ്ങനെ ആ ചോരൊക്കെ പറ്റിയത്? അതും നീ അറിയണ്ട. ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞില്ലേ, എന്നോടിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഞാൻ ഒന്നും കൂടി നിന്നോട് പറയാം. ഞാനിത് കുറേ വട്ടമായി ആവർത്തിക്കുന്നത്. നമ്മൾ വേണിച്ച് കണ്ടുമുട്ടിയതേ അല്ല, എന്തോ ഒരു ഇതിനാണ് നമ്മൾ കണ്ടുമുട്ടിയത്. സോ അതുകൊണ്ട് നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അധികം അറിയണ്ട, അതാണ് നിനക്ക് നല്ലത്. സോ അപ്പോൾ ജീഹു പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യങ്ങളൊന്നും ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിട്ട് രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ജീഹു നമ്മുടെ കേഡന് ക്യാറ്റ് ഫുഡ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കുറേ നേരമായി ബോധം കെട്ട് കിടക്കുകയായിരുന്നു, എന്തായാലും നിങ്ങൾ ഫുഡ് കഴിക്കണം, നിങ്ങൾക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ. നിന്നോടല്ലടാ ഞാൻ പറഞ്ഞേ, ഞാനൊരു മനുഷ്യനാണ്, ഞാനിപ്പോൾ ഒരു ക്യാറ്റായി മാറിയതാടാ, എനിക്ക് ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റൂല. സോ അപ്പോൾ നമ്മുടെ ജീഹു പറയുന്നുണ്ട്, മിസ്റ്റർ കേഡൻ, നിങ്ങൾ ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കും, പക്ഷേ നിങ്ങളിപ്പോൾ ഒരു പൂച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ ഈ ക്യാറ്റ് ഫുഡ് കഴിച്ചേ പറ്റൂ. അതുമാത്രമല്ല, ഹ്യൂമൻ ഫുഡ്സ് പൂച്ചകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് പൂച്ചകൾക്ക് നല്ലതല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ പുറത്തുള്ള പൂച്ചകൾക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ, നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജീഹു അവിടുന്ന് പോകുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ കേഡനാവട്ടെ, എന്തായാലും ഇപ്പോൾ താനൊരു ക്യാറ്റല്ലേ എന്നൊക്കെ വിചാരിച്ച് ആ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചപ്പോൾ കേഡനൊക്കെ അന്തം വിടുന്നുണ്ട്. ഇതിന് ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നോ? എന്നിട്ട് നമ്മുടെ കേഡൻ ഒറ്റയടിക്ക് ആ ഫുഡെല്ലാം അടിച്ച് കയറ്റിയിട്ട് അവിടെ മലർന്ന് വയറും വീർപ്പിച്ച് കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെ ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വിശപ്പൊക്കെ മാറിയെങ്കിലും കേടൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഞാൻ എന്തിനാ ഫുഡ് കഴിച്ചേ? സോ അപ്പോൾ അവിടേക്ക് നമ്മുടെ ജീഹു വരുന്നുണ്ട്.
മിസ്റ്റർ കേഡൻ, ഞാൻ പുറത്തോട്ട് പോവുകയാണ്. അല്ല, നീ എവിടേക്കാ പോകുന്നേ? ഓ ഞാനോ, ഞാൻ മൃഗാശുപത്രിക്ക് പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള ക്യാറ്റ് ഫുഡ്സൊക്കെ കഴിഞ്ഞു. സോ കുറച്ച് ക്യാറ്റ് ഫുഡ്സ് വാങ്ങണം. ഈ നട്ടപ്പാതിരക്കാണോടാ ക്യാറ്റ് ഫുഡ് വാങ്ങാൻ പോകുന്നേ? അതെ, എപ്പോൾ പോയാലും എന്താ ഫുഡ് കിട്ടുമല്ലോ. അല്ല, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ ആഗ്രഹമുണ്ടോ? എന്തിന്? ഞാൻ എന്തിന് നിൻ്റെ കൂടെ വരുന്നേ? അല്ല, നിങ്ങളൊന്നും വിചാരിക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു പൂച്ചയാണ്. നിങ്ങളെ കണ്ട ഒരു പൂച്ചയുടെ പോലെ തോന്നും എല്ലാവർക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. നിന്നെ ഇപ്പോൾ എടുത്ത് കണ്ടതല്ലേ. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങ് പോര് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീഹു കേടനെ പിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേടൻ പറയുന്നുണ്ട്, ഹേ എന്താടാ നീ ചെയ്യുന്നേ? എന്നെന്തിനാ എടുത്തുകൊണ്ട് പോകുന്നത്? അല്ല, നിങ്ങൾക്ക് കുറേ ഇഞ്ചുറീസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോവാം. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലടാ, ഞാൻ ഒറ്റയ്ക്ക് നടന്നു നോക്കോളാം. എന്നെ ഇവിടെ താഴെ ഇറക്ക്. പക്ഷെ നമ്മുടെ ജീഹു ആവട്ടെ കേടൻ അവൻ്റെ കോട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ അപ്പോൾ കേടൻ ചിന്തിക്കുന്നുണ്ട്, ഓ എനിക്കിതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഇത് വളരെ അൺകംഫർട്ടബിളാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു പൂച്ചയാണ്. അതുമാത്രമല്ല, എനിക്കിപ്പോൾ നടന്നു പോകാനുള്ള സ്ട്രെങ്ത്തൊന്നും അധികം ഇല്ല. ഇങ്ങനെ പോകുന്നതായിരിക്കും എന്തായാലും നല്ലത്. സോ അങ്ങനെ നമ്മുടെ ജീഹു എനിമൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ജീഹു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമുണ്ട്. ഈ പൂച്ച എനിക്ക് ഇന്ന് കിട്ടിയതാണ്. ഇതിന് ചെറിയ ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുമോ? സോ അങ്ങനെ ആ ഡോക്ടർ നമ്മുടെ കേടനെ പരിശോധിക്കുന്നുണ്ട്. സോ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഇത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ നോക്കിയിട്ട് പ്രശ്നം കാണുന്നില്ല. അല്ല, ഈ ക്യാറ്റിനെ എനിക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ മേത്ത് കുറേ ബ്ലഡ്സൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നീ പറഞ്ഞ സത്യമാണോ? പക്ഷേ ഈ ക്യാറ്റിൻ്റെ മുകളിൽ ഒരു മുറിവും കാണാനില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവിടെ ബ്ലഡ് വരിക? ഓ അങ്ങനെയാണോ? എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു ഭാഗ്യമാണ്. എന്തായാലും ഈ പൂച്ചയുടെ ഡയറ്റ് കുറച്ച് കാലത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ജീഹു അവിടുന്ന് പോകുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ ജീഹു കേടനുമായിട്ട് നടന്നു പോകുമ്പോൾ കേടൻ പറയുന്നുണ്ട്, അല്ല എനിക്കെന്തോ സ്ട്രേഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മോൺസ്റ്റർ ക്യാറ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. മോൺസ്റ്റർ ക്യാറ്റോ? നിങ്ങളെന്താണ് മിസ്റ്റർ കേടൻ പറയുന്നേ? സോ അപ്പോൾ അവിടേക്ക് ഒരു ഭീകര രൂപം തോന്നിക്കുന്ന ഒരു പൂച്ച വരുന്നുണ്ട്. സോ ഈ ക്യാറ്റിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജീഹു അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവൻ്റെ ഈ ഫാസ്റ്റ് കണ്ടിട്ട് നമ്മുടെ കേടൻ പറയുന്നുണ്ട്, ഓ നിനക്ക് ഇത്രയ്ക്ക് സ്പീഡൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മുടെ ജീഹു ഓടി ഓടി പോകുന്നുണ്ട്. പക്ഷേ ആ ക്യാറ്റ് നമ്മുടെ ജീഹുവിനെ ചാടി മാന്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ജീഹുൻ അവൻ്റെ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിലത്ത് വീഴുന്നുണ്ട്. അതേ സമയത്താവട്ടെ ഈ മോൺസ്റ്റർ ക്യാറ്റ് ജീഹുവിൻ്റെ നേരക്കനെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജീഹു ആവട്ടെ ആ ഡസ്റ്റ്ബിന്നിൽ നിന്ന് ഒരു ചൂണ്ട പോലത്തെ ഒരു സാധനം എടുത്തിട്ട്, ഈ പൂച്ചകളെ കളിപ്പിക്കുന്നൊരു സാധനം എടുത്തിട്ട് അതിന് നേരേക്ക് വീശുന്നുണ്ട്. സോ ഇത് കണ്ടപ്പോൾ തന്നെ ആ മോൺസ്റ്റർ ക്യാറ്റ് പെട്ടെന്നൊരു പൂക്കി ക്യാറ്റായിട്ട് അതിങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്. സോ ഇതേ സമയത്ത് അവിടെ നമ്മുടെ കേടനും ആ സാധനം കണ്ടിട്ട് അതിന് പിന്നാലെ ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട്. കേടൻ നിങ്ങളെന്താ ചെയ്യുന്നേ? സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ചാപ്റ്റർ 2 അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.